ഹലോ, ഒക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ടേ. എത്തിയോ? ദേ വരുന്നു. കണ്ടോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരുന്നു. ശരി ശരി ശരി. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഒരുമയുടെ പരിപാടിയാണ്. 100 പേർക്കുള്ള സദ്യ അടിപൊളിയാക്കി കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നമ്മളായിട്ട് ഗംഭീരമാക്കി തന്നെ. ബാക്കി കാര്യങ്ങൾ ഞാൻ നമ്മുടെ കോർഡിനേറ്ററുമായിട്ടാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് ചേട്ടൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അവർ കോർഡിനേറ്റ് ചെയ്യും. അപ്പോൾ അഡ്വാൻസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ആയിട്ട് നമുക്ക് എങ്ങനെ ഓക്കെ. ശരി. ഹലോ നവീനെ, ചേട്ടാ സദ്യയുടെ കാര്യമൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. 2 മിനിറ്റ്. ഇപ്പം എത്തും. ഇപ്പം അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കും. ശരി. ഹരിയല്ല, ഞാൻ മനാഫ്. എടാ, നിന്റെ കൂടെ വലിയ സ്കൂളിൽ പഠിച്ചിരുന്ന മനാഫ്. നോക്ക്, എനിക്ക് മനസ്സിലായില്ലടാ. നിനക്ക് എന്റെ മറി കണ്ടിട്ട് മനസ്സിലാതിരിക്കും മോനെ. അറിയാം, എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ലടാ. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? എടാ, ഞാൻ ജോലി കഴിഞ്ഞപ്പോ വന്ന് വണ്ടി കാത്ത് നിൽക്കുവാടാ. താമസമൊക്കെ എവിടെ? താമസം ഇൻഡസ്ട്രിയുടെ സ്ട്രീറ്റ് നമ്പർ 18 ജോലി കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി കാത്ത് നിൽക്കുക. അച്ഛനും അമ്മയൊക്കെ എന്താ പറയുന്നു? അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യം ഒന്നും പറയണ്ടടാ. ഭയങ്കര കഷ്ടത്തിലാടാ. ഞാൻ കുറെ നാളായിടാ ഇവിടെ വന്നിട്ട്. ജോലിയൊന്നും ശരിയായതൊന്നുമില്ല. പിന്നെ കിട്ടിയ ഒരു ജോലിക്ക് അങ്ങ് കയറി. ശമ്പളമാണെങ്കിൽ 5-6 മാസമായി കിട്ടിയിട്ട്. ആകെപ്പാടെ ബുദ്ധിമുട്ടില്ല. നീ എന്താ ഇത്ര നാളായിട്ട് നമ്മളിക്കൊന്നും പറയാതിരുന്നത്? നമ്മളൊക്കെ എത്ര നാളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇതറിഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ആകെപ്പാട് പെട്ടുപോയി. ശമ്പളവും ഇല്ല, ആകെ ബുദ്ധിമുട്ടിലായിപ്പോ. അതിനല്ലടാ, ഇവിടെ ഓച്ചറക്കാരൊരു സംഘടന ഇവിടെ ഉണ്ട്. ഒരുമാക്കത്ര എന്നാണ് പേര്. 200-300ഓളം പേര് ഇവിടെ ഉണ്ട്. അതിനെ കുറിച്ച് വല്ലതും നിനക്ക് അറിയാവോ? എടാ, ഇപ്പൊ എനിക്ക് അതൊന്നുമല്ല. പ്രധാനമായിട്ട് എനിക്കൊരു ജോലിയാണ് വേണ്ടത്. എനിക്ക് ഇപ്പോഴത്തെ ജോലിയിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നമുക്ക് ശരിയാക്കാം. അതിനല്ല നമുക്കിവിടെ സംഘടനയൊക്കെ ഉള്ളത്. നീ വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചടാ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാ. എന്നാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഹലോ നവീനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ഒരു സുഹൃത്തിനെ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് കുറേ നാൾക്ക് ശേഷം കണ്ടായിരുന്നേ. ആള് നമ്മുടെ ഇവിടുത്തെ ചെറുപ്പത്തിൽ പഠിച്ചാണ്. 5-6 മാസമായിട്ട് ജോലിയും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുള്ളി ഒന്ന് നേരിട്ട് പോയി ഒന്ന് കാണാം. ഓക്കെ, തിരക്കിലായിരിക്കും അല്ലേ? എന്തായിരുന്നാലും നമുക്ക് അടുത്ത് തന്നെ പോയി അവരുടെ നേരിട്ട് കാണാം. ശരി എന്നാൽ. ഓക്കെ എന്നാൽ ബൈ.
ആ അച്ഛാ. ആ ഡ്യൂട്ടി കഴിഞ്ഞു. ഇല്ല, വന്ന് കയറിയതേ ഉള്ളൂ. ഇല്ല, കഴിച്ചില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അച്ഛാ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ, ആണോ? ഒരു കാര്യം ചെയ്, നാളെ ആ താലൂക്ക് ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകും. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവരോടൊന്ന് പറ. ആ ഇല്ല, ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ആ, എന്തായാലും നാളെ ഒന്ന് കൊണ്ടുപോകും. പിന്നെ പോകുമ്പോഴേ ആ കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ഒക്കെ അവരോട് ഒന്ന് കാണിക്കുക കേട്ടോ. ആ അപ്പൊ ശരി അച്ഛാ. അച്ഛാ പിന്നെ ഞാൻ എന്റെ കൂടെ പഠിച്ച മനാഫിനെ കണ്ടിരുന്നു. അവൻ ഇവിടെ നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. അപ്പൊ അവനൊരു ജോലിയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓച്ചിറക്കാരുടെ ഒരു സംഘടന ഉണ്ട് അച്ഛാ, ഒരുമ ഖത്തർ എന്ന് പറഞ്ഞിട്ട്. അവൻ ഒരുമ ഖത്തറിന്റെ ഏതോ ഒരു വലിയ സ്ഥാനത്താണ്. അവന്റെ അടുത്ത് ഞാൻ എന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ ഒരുമ ഖത്തർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛാ. അതെ അതെ അതെ, അവൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബയോഡേറ്റ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം അവൻ വഴി ഒരു നല്ല ജോലി ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസം ഉണ്ട് അച്ഛാ. ഒരുപാട് പേർക്ക് ജോലിയൊക്കെ അവര് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഒരുമ ഖത്തറിന്റെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഇത് നമുക്കൊരു നല്ലതിനായിരിക്കും അച്ഛാ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനാഫ് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അച്ഛാ. ശരിയാകും അച്ഛാ, ശരിയാകും. എന്തായാലും അമ്മയും കൊണ്ട് അച്ഛൻ നാളെ ഒന്ന് ആശുപത്രിയിൽ പോയിട്ട് എന്നെ വിളിച്ചാൽ മതി അച്ഛാ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാം അച്ഛാ. മനാഫെ ആളിയാ വാ വാ അകത്തേക്കോ കേറണേ. വാ കേറ്. ഇവിടെ എല്ലാം ആകെ കുളമായി കിടക്കുക. വാ ഇരിക്കെ ഇരിക്കെ. നീ ഒന്ന് പിടിച്ചത് ഇതെന്താ ഇരിക്കട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തോളെ ഇങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു. ഇത് നവീന്, നമ്മുടെ സെക്രട്ടറിയാ ഒരു മേഡം. സുഖമായിട്ട് പോകുന്നു. മനാഫ് പറഞ്ഞിരുന്നു. മനാഫ് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. സാലറിയുടെ പ്രശ്നങ്ങളല്ലേ? സാലറിയുടെ പ്രശ്നങ്ങളാണ്. 5-6 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. ഞാനത് മനാഫിനോട് പറഞ്ഞായിരുന്നു. ഹരിയെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ലേ? എന്റെ നമ്പറുണ്ട്, നമുക്ക് നാളെ തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ. ഹരി എവിടെ വരെ പഠിച്ചു? ഞാൻ BA വരെ പഠിച്ചു. പിന്നെ ഇവിടെ വന്ന് കുറെ ജോലിയൊക്കെ അന്വേഷിച്ചു. സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയ ജോലിക്ക് കയറി. ഓക്കെ ഓക്കെ. എന്തായാലും ഹരിയുടെ CV ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ഒരുമ ഖത്തറിന്റെ കരിയർ ഹബ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അന്നേരം അപ്ഡേറ്റ് ചെയ്ത CV അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പം ഒരുപാട് പേർക്ക് ജോലിയുടെ ഓൾമോസ്റ്റ് 2 വർഷം കൊണ്ട് ഒരു 10-12 പേർക്കോളം ജോലി നമുക്ക് ഒരുമ ഖത്തർ ത്രൂ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഹരി എന്തായാലും CV ഒന്ന് അപ്ഡേറ്റ് ചെയ്യും, എന്നിട്ട് മനാഫിന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഹരിക്ക് ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയുക. ഒരു മടിയും വിചാരിക്കണ്ട, നമ്മളെല്ലാം ഇവിടെ ഉണ്ട്, ഒരു പ്രശ്നവും. അപ്പൊ ഹരി എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചിരുന്നാൽ മതി. വാട്സാപ്പ് നമ്പർ തന്നെയല്ലേ?
ഹലോ അച്ഛാ, എന്താ വിശേഷം അച്ഛാ? ആ അച്ഛാ, ആ ഒരുമാക്കത്തന്റെ കെയറോഫിലുള്ള ജോലി എനിക്ക് കിട്ടിയച്ചാ. ആ ഇന്നിപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ആ കുഴപ്പമില്ല അച്ഛാ, അത്യാവശ്യം തരക്കേടില്ലാത്ത ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛാ. ആ നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അച്ഛാ? ആ ഇനിയിപ്പോ കുഴപ്പമില്ല, അമ്മയ്ക്ക് നമുക്ക് നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം അച്ഛാ. ആ അമ്മയോട് പറഞ്ഞേക്ക്. ഓക്കെ അച്ഛാ, ശരിയെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഹലോ, ആ മനാഫേ, നീ തിരക്കിലാണോ ഭയ്യാ? എടാ നീ പറഞ്ഞ ആ ഒരുമാക്കത്തിന്റെ കെയറോഫിലുള്ള ജോലി എനിക്ക് കിട്ടി കേട്ടോ. ആ അതെ അറിയാ, എന്തായാലും വലിയ ഉപകാരം. പിന്നെ എനിക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരുമയിലെ എല്ലാവരോടും എന്റെ നന്ദി പറയണം. ഓക്കെ അല്ലേ? ഓക്കെ ശരി അല്ലേ? ഓക്കെ. ആ 150 സദ്യയുടെ ഓർഡർ അല്ലേ ചെയ്യേണ്ടത്? ആ ആ അത് ഞാൻ ചെയ്തോളാം. ആ ശരി ശരി ശരി. പിന്നെ എന്തായി നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ? ആ ഒരു മിനിറ്റ്, എന്താ പിന്നെ ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ജോബിനല്ലേ?